എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രത്യേകമായ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ദേശം നിങ്ങൾ കേൾക്കുവാൻ ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. മുഴുവനായിട്ട് കേൾക്കുവാൻ പ്രത്യേകം നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധ ഞാൻ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ സന്ദേശത്തിൻ്റെ തലക്കെട്ട് തിരുവെഴുത്തും ദൈവശക്തിയും എന്നുള്ളതാണ്. അതിനെ ആധാരമായിട്ട് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 22-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യമാണ് ഇതിൻ്റെ ഈ വാക്യത്തിൻ്റെ ആധാരമായിരിക്കുന്ന കാര്യങ്ങൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ വിശുദ്ധ ബൈബിൾ എഴുതപ്പെട്ടത് 40ഓളം ആളുകൾ എഴുതപ്പെട്ടതാണെന്നും നീണ്ട നാളുകൾ നൂറ്റാണ്ടുകൾ ഇത് എഴുതപ്പെടുവാനൊക്കെ ഇടയായിട്ടുണ്ട്. എന്നാൽ ഇതിലെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരും പല കാലഘട്ടങ്ങളിൽ പല ആളുകളൊക്കെ എഴുതിയതെങ്കിലും നമ്മൾ അതിനെ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു സന്ദേശം നമുക്ക് കാണുവാനായിട്ട് കഴിയും. വീണ്ടെടുപ്പും അതുപോലെ തന്നെ വീണ്ടെടുപ്പിനെ ഒരു രക്ഷകനെയും കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓരോ പുസ്തകങ്ങളിൽ നിന്നും ഓരോ എഴുത്തുകാരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ചുരുങ്ങിയ പഠനം കൊണ്ടൊന്നും ഈ തിരുവെഴുത്തിനെ കുറിച്ച് പറയുവാനൊന്നും നമുക്ക് അസാധ്യമാണ്. കാരണം അത്രയും അഗാധമായ ഗഹനമായിരിക്കുന്ന കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും എൻ്റെ ചെറിയ ചിന്തയിൽ എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ചതായിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. യേശു ഇപ്രകാരം പറയുവാനിടയായി തീർന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവശക്തിയെക്കുറിച്ച് അറിവുള്ളവരായി തീരണം എന്നാണ് ആ 22-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ പറയുവാനിടയായി തീരുന്നത്. അതുപോലെ തന്നെ ദൈവശക്തിയെയും കുറിച്ച് നിങ്ങൾ അറിവുള്ളവരായി തീരണം. ആ ബന്ധത്തിൽ യേശു പറഞ്ഞ ഒരു കാര്യമാണ്, നമുക്കൊരു ഉപമയിൽ പറഞ്ഞ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. എന്നാൽ അതിൽ ചില കാര്യങ്ങൾ ഒന്ന് വേഗത്തിൽ ചിന്തിപ്പാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുക. ഒരു വിതയ്ക്കാരൻ വിത്ത് വിതയ്ക്കുവാനിടയായി തീർന്നു. ആ വിതച്ചത് പലതും വഴിയരികിൽ വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. ആ നല്ല നിലത്ത് വീണ വിത്ത് എന്ത് ചെയ്തു? വളർന്ന് അത് 100, 60, 30 മേനി വിളവുള്ളതായി തീർന്നു. അപ്പം വഴിയരികിൽ വീണ വിത്ത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം ഉള്ളിൽ എന്തില്ല? ഗ്രഹിച്ചിട്ടില്ല, മണ്ണിനടിയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ പാറപ്പുറത്ത് വീണ വിത്തിനെ കുറിച്ച് പറയുന്നത് അത് വേഗത്തിൽ മുളച്ചു, പക്ഷേ വലിയ ഉപദ്രവങ്ങളും പീഡനങ്ങളും ഒക്കെ നേരിട്ടപ്പോൾ അത് ഉണങ്ങിപ്പോകുവാനിടയായി. മൂന്നാമത്തെ നിലം എന്ന് പറയുന്നത് മുള്ളിനിടയിലാണ്. അതും ഇതുപോലെ വേഗത്തിൽ വളർന്നു. ഫലം കൊടുക്കുന്ന നേരമായപ്പോൾ മുള്ളുകൾ വളർന്ന് ഈ കൃഷിയെ എന്തായി? ഞെരുക്കുവാനിടയായി. അപ്പോൾ വേണ്ട നിലയിൽ ഫലം കായ്ക്കുവാൻ കഴിയാത്ത നിലയിൽ ആ മുള്ളിനിടയിൽ വീണ വിത്ത് ആകുവാനായിട്ടിടയായി. അവിടെ പറയുന്നത് ഈ ലോകത്തിന്റെ ചിന്തകളും മോഹങ്ങളും അതിനെ ഞെരുക്കി കളയുവാനിടയായി. വളർന്നു വന്നതായിരുന്നു, പക്ഷെ ഫലം കായ്ക്കുവാൻ കഴിയാതിരുന്നത് ഈ ലോകത്തിന്റെ മോഹങ്ങൾ, ധനത്തിന്റെ വഞ്ചന, ഇതൊക്കെ ആത്മീയതയെ ഇല്ലാതാക്കി ഫലം കൊടുക്കുവാൻ കഴിയാത്ത നിലയിലായി. എന്നാൽ 4-ാമത്തെ ഭാഗം പറയുന്നത് നല്ല നിലത്ത് വീണത് 100, 60, 30 മേനി വിളവുള്ളതായി തീർന്നു എന്നാണ്. നല്ല നിലമായി തീർന്നതിനെ കുറിച്ച് കർത്താവ് തന്നെ വ്യാഖ്യാനിപ്പാനിടയായി തീർന്നു. എന്താണ്? വചനം കേട്ട് ഗ്രഹിക്കുന്നവർ. നല്ല നിലത്ത് വീഴുക എന്ന് പറയുന്നതിന് ഈ വചനം, ഓരോ ദൈവവചനങ്ങൾ കേട്ട് എന്ത് ചെയ്യുക? ഗ്രഹിക്കുന്നവർ എന്തായി തീരുക? നല്ല നിലത്ത് വീണ വിത്ത് വളർന്ന് 100, 60, 30 മേനി വിളവുള്ളതായി തീർന്നു. അപ്പൊ ദൈവവചനം കേട്ട് ഗ്രഹിക്കുന്നവരായി തീരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നല്ല ഫലം, വിളവ് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ നല്ല വിളവ് ലഭിക്കാൻ കാരണം അവർ വചനം കേട്ട് ഗ്രഹിച്ചത് കൊണ്ടാണ്. അവർ അത്ഭുതകരമായ നിലയിൽ 100, 60, 30 മേനി അവർക്ക് വിളവ് നൽകുവാനായിട്ടിടയായി. നമുക്കറിയാം, ഒരു കൃഷിക്കാരൻ കൃഷിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല നിലയിലൊക്കെ ചെയ്താലും വിളവ് നൽകുന്നത് ദൈവമാണ്, സ്വർഗത്തിലെ ദൈവമാണ്. എത്രയേറെ വളരെ ശ്രദ്ധിച്ചാലും എല്ലാ കാര്യങ്ങളും അനുകൂലമായി തീർന്നാലും ഒരു പ്രതികൂലമായ ഒരു കാലാവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ ഫലം കായ്ക്കത്തക്ക നിലയിലുള്ള പ്രതിസന്ധി ഉണ്ടാകുവാനായിട്ടിടയാണ്. അപ്പോൾ നല്ല ഒരു വിളവ് ലഭിക്കുവാനായിട്ടിടയായി തീരുകയും, ഒരു വിത്ത് വളർന്നു, നല്ല വളർച്ചയുണ്ട്, പക്ഷേ അതിൻ്റെ ഇടയിലെ ഒത്തിരി പ്രതിസന്ധികളുണ്ട്. വാട്ടം വരും, ചിലപ്പോൾ പഴുപ്പ് വരും, ചിലപ്പോൾ പുഴുക്കുത്ത് വരും, കരിയുന്ന രോഗം വരും, അല്ലെങ്കിൽ പല നിലകളിലൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നു വന്നിട്ടാണ് ഒരു നല്ല നിലമായി തീർന്ന ആ സ്ഥലത്ത് ഇത് ഫലം കായ്ക്കുവാനിടയായി തീരുക. ചില സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ മണ്ണിന് ഒരു ഗുണവുമില്ലാത്ത നിലയിൽ, വേണ്ടത്ര നിലയിൽ മണ്ണ് പാകം ചെയ്തെടുക്കാതെ ഉഴുതുകയും അതുപോലെ തന്നെ കിളക്കുകയും അങ്ങനെ മണ്ണ് നല്ല പരുവമാക്കി പാകത്തിന് വെള്ളമൊക്കെ ലഭിച്ചെങ്കിൽ മാത്രമേ ഇത് നന്നായി വിളയുവാനായിട്ട് ഇടയാകുകയുള്ളൂ. അപ്പോൾ എല്ലാ നിലകളിലും വളരെ അനുകൂലമായ ഒരു അന്തരീക്ഷം, വിശേഷാൽ ദൈവം അനുകൂലമായെങ്കിൽ മാത്രമേ നല്ലൊരു വിളവ് ലഭിക്കാനിടയാകുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വചനം കേട്ട് ഗ്രഹിക്കുമ്പോൾ, വചനത്തെ നാം മനസ്സിലാക്കി ഉള്ളിൽ ഗ്രഹിക്കുമ്പോൾ അത്ഭുതകരമായ നിലകളിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കും. അങ്ങനെ 1-2 കാര്യങ്ങളൊക്കെ താഴെ ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പറയുവാനായിട്ട് ചെറിയ രീതിയിൽ ശ്രമിക്കുന്നതാണ്.
അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന് പ്രസാദകരമായി വേറെ ഒരു പ്രയാസമില്ല എങ്കിൽ, നിലവാരമില്ലാത്ത മണ്ണാണെങ്കിലും അനുകൂലമായ നിലകളിലേക്ക് കാര്യങ്ങൾ വന്ന് 100, 60, 30 മേനി വിളവുള്ളതാക്കുന്നതാണ് ദൈവവചനം കേട്ട് ഗ്രഹിക്കുക എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ, ഈ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ആത്മീയമായിട്ട് നമ്മെ കൊണ്ട് അസാധ്യമാണ് പല ആത്മീയ കാര്യങ്ങളിലും. എന്നാൽ ദൈവത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ ഇത് വളരെ ലളിതമായി ജീവിക്കാൻ കഴിയുന്ന ഒരു മാർഗത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ആ ഒരു നിലയിലേക്ക് എത്താൻ കഴിയാതിരിക്കുമ്പോൾ ഇത് എന്നെ കൊണ്ട് കഴിയില്ല, ദൈവവചനം ഇതിൽ എഴുതിയിരിക്കുന്നത് പോലെ ആർക്കും ജീവിക്കാൻ കഴിയില്ല എന്നാണ് പലരും പറയുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഇതിനിടയിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം വായിച്ച് ധ്യാനിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വചനം എപ്പോഴും വായിക്കുന്ന ആളുകളാണ് കൂടുതൽ അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരുക. ഞാൻ നേരത്തെ ഒരു ഉപമയിലൂടെ പറയാനിടയായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഫലകരമല്ലാത്ത ക്രിസ്തീയ ജീവിതം പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ ആഞ്ഞടിക്കുവാനിടയായിത്തീരും. വലിയ തകർച്ചകൾ കടന്നു വരുവാനിടയാകും, വലിയ നഷ്ടങ്ങൾ കടന്നു വരുവാനിടയാകും. അതുപോലെ തന്നെ രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ പോലെ കടന്നു വരുവാനിടയാകും. നമ്മുടെ കുടുംബത്തിൽ പിടിച്ചാൽ കിട്ടാത്ത നിലകളിലുള്ള വിവിധമായ പ്രശ്നങ്ങൾ കയറി വരുവാനിടയായിത്തീരും. തലമുറകളോടുള്ള ബന്ധത്തിൽ വലിയ പ്രതിസന്ധികൾ കടന്നു വരുവാനിടയാകും. അസാധ്യമായിരിക്കുന്ന സമാധാനം നഷ്ടപ്പെടുത്തുന്ന പലവിധമായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവം ചില കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ വിഷയങ്ങളിൽ ഒരു സമാധാനവും സന്തോഷവും ദൈവം നമുക്ക് നൽകി തരേണ്ടത് ആവശ്യമാണ്. അത് അത്ഭുതകരമായ നിലകളിലാണ് അത് ചെയ്യുവാനായിട്ട് ഇടയാകേണ്ടത്. മാനുഷികമായ ബുദ്ധിയിലും പരിശ്രമത്തിലൂടെ നടക്കേണ്ട കാര്യങ്ങളൊന്നും നടക്കാതെ അതാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അതിനെ ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ വചനം കേട്ട് ഗ്രഹിക്കുമ്പോൾ സാധ്യമായി തീരും. ഇതുപോലെ തന്നെ പ്രതിസന്ധികളെ മാറ്റുന്ന, വളർച്ചയുടെ മുരടിപ്പ് ഉണ്ടാക്കുന്ന, പുഴുക്കുത്ത് പെട്ടെന്ന് വ്യാപിച്ച് കൃഷി നശിപ്പിക്കുവാനിടയായിത്തീരുന്ന സാഹചര്യം, കരിവാളിപ്പ് അങ്ങനെ മേഘം വരുന്നത് പോലെ മൂടിക്കളയുമ്പോൾ, അതുപോലെ തന്നെ വെള്ളം കിട്ടാത്ത വലിയ ക്ഷാമത്തിന്റെ വലിയ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, മണ്ണ് പാകപ്പെട്ടതായ നിലയിൽ കടന്നു വരാതെ വിതച്ചതുകൊണ്ട് അങ്ങനെ ശരിയായ നിലകളിൽ പരാജയത്തിലോ മണ്ടത്തരത്തിലോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് ആകെ പ്രശ്നമായി നിലനിൽക്കുമ്പോൾ, ഇതിനൊക്കെ ദൈവത്തിൽ നിന്നൊരു പരിഹാരമുണ്ട്. നാം ദൈവത്തിന്റെ വചനം വായിച്ചാൽ ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തി നമുക്ക് കാണുവാനായിട്ട് ഇടയാകും. 100, 60, 30 മേനി വിളവുള്ളതാക്കി തീർത്തതുപോലെ പ്രൈസ് ദി ലോർഡ്, നമ്മുടെ കയ്യിലല്ല അതൊക്കെ ആയിരിക്കുന്നത്, സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഇതൊന്നും നിയന്ത്രിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തി നാം ദൈവത്തിന്റെ വചനം കേട്ട് ഗ്രഹിച്ചപ്പോൾ ഇപ്രകാരം ദൈവം നമുക്ക് അസാധ്യമായ കാര്യങ്ങളെ, നമ്മളെ തകർച്ചയിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഗുണനിലവാരമില്ലാത്ത മണ്ണിനെ ദൈവം മാറ്റി 100 മേനി വിളവുള്ളതാക്കുന്നത് പോലെ വലിയ പുഴുക്കുത്ത് വന്ന് എല്ലാം നശിച്ചു എന്ന് വിചാരിച്ച സ്ഥാനത്ത് ദൈവം 100, 60, 30 മേനി വിളവ് തരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതകരമായി പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ വചനം നാം ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നടക്കും. അത് 100% ഉറപ്പുള്ളതാണ്. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് അത്രത്തോളം ദൈവശക്തിയുള്ളതാണ്. അസാധ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരിക്കലും വിജയിക്കാൻ സാധ്യമല്ല. ഇനി ഒരിക്കലും ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല. ഇനി എങ്ങനെ രക്ഷപ്പെടും, ഒരു സാധ്യതയുമില്ല എങ്കിൽ ദൈവത്തിന്റെ വചനം വായിക്കുക. പ്രൈസ് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ കാണുവാനായിട്ട് ഇടയാകും. പ്രൈസ് ലോർഡ്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 100, 100, 60, 30 മേനി വിളവ് ഒരുക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോഴുള്ള ഒരു ഗുണത്തെയാണ് നാം ചിന്തിപ്പാനായിട്ട് ഇടയായിത്തീരുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, വചനം അനുസരിക്കുവാനായിട്ട് കഴിയും. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നത്, ഈ രാവും പകലും ധ്യാനിക്കുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? ഈ വചനങ്ങളെ അനുസരിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവത്തിന്റെ വചനം എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്? രാപ്പകൽ, അതായത് സമയം കിട്ടുമ്പോഴൊക്കെയും സമയം ഉണ്ടാക്കിയും വായിച്ച് ധ്യാനിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധ്യമായി തീരും. അങ്ങനെ അവിടെ പിന്നെ ഒരു വാഗ്ദത്തം കൊടുക്കുന്നത് എങ്ങനെയാണ്? നിന്റെ പ്രവൃത്തി സാധ്യമാകും, നീ കൃതാർത്ഥമായി തീരുവാനായിട്ട് ഇടയാകും. നിന്റെ പ്രവൃത്തികൾ എങ്ങനെയാണ്? പരാജയപ്പെട്ട് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ആ വിഷയങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തി കാണുവാനിടയാകും. എന്നാൽ നിന്റെ പ്രവൃത്തി സാധ്യമായി തീരും. ആരും സഹായിക്കാനില്ലാതെ, വേണ്ടത്ര സാമ്പത്തികമില്ലാതെ, വളരെ ഭാരപ്പെട്ട് അയ്യോ എന്ന് വിളിച്ച സ്ഥാനത്ത് ഇവിടെ പറയുക, നിന്റെ പ്രവൃത്തിയെ സാധ്യമാക്കി തീർക്കുവാനിടയായി തീരും. നീ കൃതാർത്ഥനായി തീരുവാനിടയാകും. ഒരു കാര്യം വിജയിച്ചെങ്കിൽ മാത്രമേ, ഒരു കാര്യം ലാഭകരമായി തീർന്നെങ്കിൽ മാത്രമേ നമ്മുടെ സമാധാനം മാറി, സമാധാനത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന അവസ്ഥകൾക്ക് മാറ്റം വന്ന് ഒരു സമാധാനം ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ കൃതാർത്ഥരായി തീരുവാനായിട്ട് ഇടയാകൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നിന്റെ പ്രവൃത്തി സാധ്യമാക്കുവാൻ, നീ കൃതാർത്ഥനായി തീരുവാൻ ഇവിടെ തിരുവെഴുത്ത് പറയുക. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം അവിടെ നിങ്ങൾക്ക് വായിക്കുവാനായിട്ട് കഴിയും. നിന്റെ പ്രവൃത്തി സാധ്യമാകും, നീ കൃതാർത്ഥനായി തീരുവാനായിട്ട് ഇടയാകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ ഒന്നാമത്തേത് 100, 60, 30 മേനി വിളവുണ്ടാകുവാനിടയാകും. രണ്ടാമത്തേത് പറയുക, രാപ്പകൽ ധ്യാനിക്കണം, നീ നിന്റെ പ്രവൃത്തി സാധ്യമാകും, നീ കൃതാർത്ഥനായി തീരുവാനിടയാകും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വചനം അനുസരിക്കുവാൻ
ആമേ കഴിയുക മാത്രമല്ല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉത്തരം ലഭിക്കാനായിട്ട് ഇടയാകും. ദൈവത്തിന്റെ വചനം അനുസരിക്കുമ്പോൾ ആമേ രാവും പകലും നമുക്ക് കിട്ടുന്ന സമയത്തൊക്കെ ദൈവത്തിന്റെ വചനം ധ്യാനിച്ച് കഴിയുമ്പോൾ, ഗ്രഹിച്ചു കഴിയുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകുവാനായിട്ട് ഇടയാകും. അപ്പോൾ 3 കൂട്ട കാര്യങ്ങളാണ് ആമേ എന്ന് തിരുവെഴുത്തിനോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയേണ്ടത്. ഇതിന് കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സമയത്തിന്റെ കുറവുള്ളത് കൊണ്ട് ഇപ്പോൾ തന്നെ സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം, വിശുദ്ധ ബൈബിൾ, തിരുവെഴുത്ത് നാം ആവോളം വായിച്ച് ധ്യാനിപ്പാനായിട്ട് ഇടയായി തീരണം. അപ്പോഴുള്ള പ്രത്യേകതയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആമേ പ്രതിസന്ധികളും അതിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാനായിട്ട് ഇടയാകും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ ഓരോ പ്രവൃത്തികളും സാധ്യമായി തീരുവാനിടയാകും. നാം കൃതാർത്ഥരായി തീരും. കാരണം ദൈവത്തിന്റെ വചനം എന്ത് ചെയ്തു? ഗ്രഹിക്കുവാനായിട്ട് ഇടയായി. അത്ഭുതങ്ങൾ ഇങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നടക്കുവാനായിട്ട് ഇടയാകേണ്ടത്. അസാധ്യമായ കാര്യങ്ങളിൽ ദൈവത്തിന്റെ വലിയ അത്ഭുതകരമായ ഇടപെടലുകൾ നാം ദൈവവചനത്തിന് മുമ്പിൽ ആയിരിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം ഗ്രഹിക്കുമ്പോൾ സംഭവിക്കുന്നതായ കാര്യങ്ങൾ. പലപ്പോഴും ഒരു 4-5 കൂട്ട കാര്യങ്ങൾ നമുക്ക് ഈ തിരുവെഴുത്തുകൾ അങ്ങനെ തന്നെ എങ്ങനെ വിശ്വസിക്കുവാനും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് മനസ്സ് കൊടുക്കുവാനായിട്ട് ഇടയാകും. തിരുവചനത്തിന്റെ ശക്തിയെ ചോർത്തുന്ന ചില കാര്യങ്ങൾ അത് ഞാൻ കമ്പിവാചകം പോലെ ഞാൻ വേഗത്തിൽ പറയാം. ഒന്നാമത്തേത്, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും പാടുകയും ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സ്നേഹിക്കുന്നെന്ന് പറയും, അതിനെക്കുറിച്ച് പാടുകയും ചെയ്യും. പക്ഷെ ദൈവത്തിന്റെ വചനം വായിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യാനായിട്ട് വളരെ സാധ്യത കുറവാണ്. അപ്പോൾ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് അതനുസരിക്കുവാനായിട്ട് കഴിയും. അപ്പം ദൈവവചന വായന, അതിനനുസരിച്ചുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. സ്നേഹിക്കുന്നവർ കർത്താവിന്റെ കൽപ്പന അനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയാകുന്നത്. ദൈവത്തിന്റെ വചനം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഓരോ കാര്യങ്ങൾക്കും ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ മേഖലയും തൊട്ട് നമ്മെ പഠിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. അതാണ് വിശുദ്ധ ബൈബിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അതൊക്കെ ദൈവവചന പ്രകാരമായിരിക്കും. അപ്പൊ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് പാടുകയും പറയുകയും ചെയ്ത് മാത്രം പോരാ, ദൈവത്തിന്റെ വചനം പ്രകാരം ജീവിക്കുവാനായിട്ട് ഇടയാകും. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, കർത്താവേ കർത്താവേ എന്ന് ഒത്തിരി വിളിക്കുവാനൊക്കെ ഇടയായിത്തീരും, ഒത്തിരി പ്രാർത്ഥിക്കുന്നവരായിത്തീരും. പക്ഷെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് ആമേ പ്രൈസ് ദൈവത്തിന് പ്രസാദകരമായവരെന്ന് പറയും. അപ്പൊ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാ, പക്ഷെ അവര് ആ പ്രാർത്ഥന ദൈവവചന പ്രകാരം ഉള്ള ഒരു പ്രാർത്ഥനയല്ല. ദൈവവചന പ്രകാരം എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ജീവിത പ്രകാരം ആയിരിക്കണം അവരെ അങ്ങനെ ജീവിച്ചിട്ട് വേണം പ്രാർത്ഥിക്കുവാനായിട്ട്. അപ്പൊ ദൈവവചനം വായിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിച്ച് നാം പ്രാർത്ഥിക്കുമ്പോഴാണ് ഫലപ്രാപ്തിയുള്ള പ്രാർത്ഥനയായിട്ട് മാറുവാനായിട്ട് ഇടയാകുന്നത്. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പാരമ്പര്യമാണ്. വലിയ ശക്തമായ പാരമ്പര്യം നമുക്ക് പറയാനായിട്ടുണ്ട്. ക്രൈസ്തവ ഗോളത്തിലെ പാരമ്പര്യം നമുക്ക് പറയാനായിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും പാരമ്പര്യം അനുസരിച്ച് നാം ദൈവത്തെ സേവിച്ചാൽ അല്ലെങ്കിൽ നാം ജീവിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ പല പാരമ്പര്യങ്ങളും ദൈവവചനത്തിന്റെ വ്യവസ്ഥയ്ക്ക് എതിരാണ്, വിപരീതമാണ്. ഇപ്പൊ പാരമ്പര്യത്തെക്കാൾ ദൈവവചനം അടിസ്ഥാനപ്പെടുത്തി ദൈവവചന പ്രകാരമുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മുടേതെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനിടയാണ്. പാരമ്പര്യം നല്ലതാണ്, പക്ഷേ അത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുവാനായിട്ടിടയാണ്. ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ചിലരെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. കാരണം അവർ ദൈവവചന പ്രകാരം ജീവിച്ചില്ല. ദൈവത്തിന്റെ മുമ്പാകെ അധർമ്മമായത് പ്രവർത്തിക്കുവാനിടയായി തീർന്നു. ദൈവം വെറുക്കുന്നതായ പല കാര്യങ്ങളും അവർ ചെയ്യുവാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ട് അവരെ അറിയുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്തു? നിന്റെ നാമത്തിൽ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി. പക്ഷെ കർത്താവ് പറഞ്ഞത് അവരെ എനിക്ക് അറിയുകയില്ല എന്നാണ്. അപ്പോ ദൈവവചനം വായിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് നല്ലൊരു വിളവ് ദൈവം നൽകി തരുവാനിടയാകും. വചനം കേട്ട് അനുസരിക്കും വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, ഗ്രഹിക്കുമ്പോൾ നമുക്ക് വചനം അനുസരിക്കുവാനായിട്ട് ദൈവം കൃപ നൽകും. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പണിയുവാനായിട്ട് ഇടയാകും. നമുക്ക് വളരെ വളരെ ലളിതമായി അതൊക്കെ ചെയ്തെടുക്കുവാൻ കർത്താവ് പറയുന്നത്, എന്റെ മുഖം വളരെ മൃദുവായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇതുപോലെ നമുക്ക് ഈ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവവചന പ്രകാരം തന്നെ ജീവിക്കുവാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകൾ ആദ്യത്തെ ഭാഗം ഇവിടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുക. ദൈവവചന പ്രകാരം അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്നവരെ കുറിച്ച് കർത്താവ് പറഞ്ഞുള്ളത് അവർ ബുദ്ധിയുള്ള മനുഷ്യരെന്നാണ്. അവരെ ഏതുമേല അവർ ഭവനം പണിതത് പാറമേൽ അടിസ്ഥാനമിട്ട് അവർ പണിയുവാനിടയായി തോന്നും. എന്നാൽ മണലിമേൽ പണിത വീട് വളരെ എളുപ്പത്തിൽ പണിയാം. സമയമെടുത്ത് വളരെ കുറവ് മതി, സാമ്പത്തികവും കുറച്ച് മതി. പക്ഷെ വലിയ പ്രതിസന്ധി, കാറ്റടിച്ചു, മഴ വന്നു, വെള്ളം പൊന്തി, എന്ത് ചെയ്തു? വീട് തകരുവാനായിട്ട് ഇടയായി. എന്നാൽ പാറമേൽ അടിസ്ഥാനമിട്ട ഭവനം അത് നിലനിൽക്കുവാനായിട്ട് ഇടയായി. അപ്പൊ ദൈവവചന പ്രകാരം ജീവിക്കേണ്ടതും വളരെ ആവശ്യമാണ്.
അത് ഏറ്റവും ഉന്നതമായ കാര്യമാണ്. അത് നാം വില കൊടുക്കുവാനിടയാകണം. അതിലാണ് ദൈവം പ്രസാദിക്കുവാനിടയായിത്തീരുന്നത്. നമ്മുടെ പ്രതിസന്ധികളിൽ നാം വളരെ ശക്തമായി നമുക്ക് ചെയ്യേണ്ടത് മറ്റു പല കാര്യങ്ങളൊക്കെ ഓടി നടന്ന് പല കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ടിടയാകും. പ്രതിസന്ധികൾ നമുക്ക് ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ കടന്നു വരുമ്പോൾ ദൈവജനമാവോടെ ആ കിട്ടാവുന്ന സമയങ്ങളൊക്കെ വായിച്ച് അത് ഗ്രഹിക്കുവാനിടയായി തീർന്ന നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ടിടയാകും. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് തിരുവെഴുത്ത് ദൈവശക്തിയെ കുറിച്ചിട്ടാണ്. അതും ഞാൻ വേഗത്തിൽ 3 വാക്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ ഓടിച്ച് പറയുവാനായിട്ടിടയായിത്തീരാം. ഒന്ന്, ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്നവർക്ക് അത് ദൈവശക്തിയാകും. ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള പവറിനേക്കാളൊക്കെ ഏറ്റവും ഉന്നതമായത്, എല്ലാത്തിനും പരിഹരിക്കാൻ കഴിയാവുന്നതാണ് ദൈവശക്തി എന്ന് പറയുന്നത്. അപ്പം ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്നത്, റോമലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം, 1 കൊരിന്ത്യർ അതിന്റെ 1-ാം അധ്യായം 18-ാമത്തെ വാക്യം, അവിടെയൊക്കെ പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് വചനം വിശ്വസിക്കുന്നവർക്ക് അത് ദൈവശക്തിയാകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ദൈവശക്തി പ്രാപിക്കുന്ന ഒരു കാര്യം വചനം അങ്ങനെ തന്നെ വിശ്വസിക്കണം. രണ്ടാമത്തേത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ലൂക്കോസ് സുവിശേഷം മാതാവിനോട് ദൂതൻ പറഞ്ഞ ഒരു കാര്യം നമുക്കറിയാം. രണ്ടാമത്തെ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ഈ നഗരം വിട്ടു പോകരുത്, എന്നോട് കേട്ട വാഗ്ദത്തം നിങ്ങൾ പ്രാപിക്കുക. അല്ലെ, അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനിടയായി തീർന്നപ്പോൾ അവർ ശക്തി പ്രാപിച്ചു. പത്രോസ് ഭയപ്പെട്ട് 3 പ്രാവശ്യം കർത്താവിനെ തള്ളി പറഞ്ഞ പത്രോസ് ധൈര്യത്തോടെ പിന്നീട് അവൻ എഴുന്നേറ്റ് നിന്ന് എല്ലാവരോടും ധൈര്യത്തോടെ പ്രസംഗിക്കുന്നത് കാണുവാനായിട്ട്. എല്ലാ തുറകളിലും ഒരു ദൈവശക്തി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തിയെ പ്രാപിക്കുവാനിടയായി. വളരെ വ്യത്യസ്തമായ മറ്റൊരു ആശയമുണ്ട്. നെഹമ്യാവിന്റെ പുസ്തകം അതിന്റെ 8-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു. നെഹമ്യാവ് 8:10 അവിടെ പറയുന്നത്, യഹോവയെങ്കിലെ സന്തോഷം ബലമാകുന്നു. നമ്മൾ പലപ്പോഴും യഹോവയെങ്കിൽ, പൗലോസിന്റെ ഭാഷയിൽ പറയാ, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും. ഈ സന്തോഷം നമുക്ക് പലപ്പോഴും എന്താണ്, അതിനേക്കാൾ ഉന്നതമായതാണ് ഈ ലോകത്തിന് ലഭിക്കുന്നതായ സന്തോഷം. ഒരു സിനിമ കാണാൻ ടൂർ പോയാൽ, അല്ലെങ്കിൽ മറ്റൊരു നിലയിലൊക്കെ പറയുകയാണെങ്കിൽ സ്വല്പം മദ്യപിച്ചാൽ, സിനിമ കണ്ടാൽ, മറ്റു പല വിനോദങ്ങളും മറ്റു പല പരിപാടികളും പല ലഹരി പദാർത്ഥങ്ങളും ഒക്കെ, അതാണ് ഉന്നതമായ സന്തോഷം എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. അതൊക്കെ താൽക്കാലികമാണ്, പലതും വളരെ അപകടമാണ്, പലതും നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോ ഇവിടെ നമുക്ക് പൗലോസ് അപ്പോസ്തലനും നെഹമ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നത് എന്താണ്, കർത്താവിൽ സന്തോഷിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഈ ലോകത്തിന്റെ സന്തോഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നിനക്ക് കർത്താവിൽ സന്തോഷിക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവവചനപ്രകാരം നീ ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ, ദൈവം ഒരുക്കിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ, നാം എത്തിപ്പെട്ട മേഖലകൾ, അതിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. അത് നമുക്ക് വലിയ ബലം ആണെന്നാണ് നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 10-ാമത്തെ വാക്യം പറയുന്നത്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, സമയം അല്പം മുൻപോട്ട് പോയി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു പ്രകാരം പറഞ്ഞു, തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായവ കൊണ്ടാണ് നിങ്ങൾ തെറ്റിപ്പോകുന്നത്. തെറ്റിപ്പോകുവാനായുള്ള കാരണം 1 തിരുവെഴുത്ത്, 2 ദൈവശക്തി. ഇത് അറിയായക കൊണ്ടാണ് തെറ്റിപ്പോകുന്നത്. അപ്പോ നമുക്ക് തിരുവെഴുത്തിനെ കുറിച്ചും ദൈവശക്തിയെ കുറിച്ചും നമുക്ക് അറിയേണ്ടത് വളരെ ആവശ്യമാണ്. അത് അറിഞ്ഞ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. നാം പറഞ്ഞു വന്ന തിരുവെഴുത്ത് നമുക്ക് തന്നിരിക്കുന്നത്, ആ സന്ദേശം എന്ന് പറയുന്ന രക്ഷകനുണ്ട്, ഒരു വീണ്ടെടുപ്പുണ്ട്. ആ വീണ്ടെടുക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായ 2 കാര്യങ്ങളാണ്. തിരുവെഴുത്തിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ടാകണം. ഈ യഹൂദന്മാരെ 12 വയസ്സ് 13 വയസ്സാകുമ്പോഴേക്കും അവർക്ക് ന്യായപ്രമാണ പുസ്തകം കുഞ്ഞുങ്ങൾ പഠിച്ചിരിക്കും. ചിലർ കാണാതെ പറയുവാനൊക്കെ ഇടയായി. ഒരു കുലത്തൊഴിലും ഒരു സ്വയം തൊഴിലും അവർ പഠിച്ചിരിക്കും. അത്രയേറെ പ്രാധാന്യം ദൈവവചനത്തിന് അവർ കൊടുക്കുന്നുണ്ട്. അവരെ പഠനം, സിലബസ് ഒക്കെ അതിനോടുള്ള ബന്ധത്തിലാണ്. അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നതൊക്കെ അങ്ങനെയുള്ള ഈ തിരുവെഴുത്തുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് അവരെ അങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ രീതി തന്നെ. ദൈവശക്തിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനിടയും. വചനം അങ്ങനെ തന്നെ വിശ്വസിക്കണം. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കും. കർത്താവിലുള്ള സന്തോഷം നമുക്ക് ബലമാണ്, സ്ട്രെങ്ത് ആണ്. ഇത് നമുക്ക് അറിവുള്ളവരായി തീരണം. വീണ്ടെടുപ്പിന്റെ സന്ദേശം എന്ന് പറയുന്നത് മാനവജാതിയെ, അകന്നുപോയ മാനവജാതിയെ രക്ഷിക്കാനായി യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. ആമേൻ. നമ്മുടെ മുഴുവൻ പാപങ്ങളെയും കർത്താവിന്റെ മേൽ ചുമത്തുവാനിടയായി. ആ പാപങ്ങൾ ഏറ്റെടുത്ത കർത്താവ് പാപത്തിന് ശിക്ഷയും അനുഭവിച്ചു. പാപത്തിന് പരിഹാരം വരുത്തി തന്റെ ജീവനെ യാഗമാക്കുവാനിടയായി. ഇത് വിശ്വസിച്ച് പാപങ്ങളെ കർത്താവിനോട് ഏറ്റുപറയും അവന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ദൈവഭാഗ്യ വിശുദ്ധരായി തീരുവാനും നമുക്കിടയായിത്തീരും. ഈ പ്രിയപ്പെട്ടവർ കർത്താവ് എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആത്മാവായി നമ്മുടെ ഉള്ളിൽ വസിക്കുവാനിടയായിത്തീരും. ഈ പ്രിയപ്പെട്ടവർ അതിനെ അമ്മയെ സാക്ഷീകരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് സ്വത്രം ജലത്തിലെ സ്നാനം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്രകാരം കർത്താവിനെ സാക്ഷി വഹിപ്പാൻ ദൈവം ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആ പ്രിയപ്പെട്ടവർ തിരുവെഴുത്തുകളെ നന്നായി അറിയുകയും ദൈവശക്തിയെ പ്രാപിക്കുകയും ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുക, ഉന്നതമായ ഒരു ആത്മീയ നിലവാരത്തിലേക്ക് ദൈവം നമ്മെ നടത്തും. നമ്മുടെ പ്രതികൂലങ്ങളെ ദൈവം അനുകൂലമാക്കി ഒരു അനുഗ്രഹമാക്കി തീർക്കും. അങ്ങനെ ഒരു വാഗ്ദത്തം നമ്മുടെ മേലുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട്
ആമേ, നിങ്ങൾ യേശുവിനോട് പാപങ്ങളെ ഏറ്റുപറയുകയും കർത്താവെ ക്ഷമിക്കണമെന്നും കർത്താവെ എൻ്റെ ഹൃദയത്തിൽ വരണമെന്നും കൽപ്പനകളെ അനുസരിപ്പാൻ കൃപ തരണമെന്നും പ്രാർത്ഥിക്കുക. പ്രൈസ് ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.